ബാങ്കിലെ കൂട്ടത്തിരക്കുകൾക്കിടയിലൂടെ കള്ളനോട്ടുകൾ വ്യാപകമായി മാറിയതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള SBT പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ്. ഡോക്ടർ കെ ചെറിയാൻ വർഗീസ് തുടരുകയാണ്. യൂണിയൻ ബാങ്കിൻ്റെ മുൻ CMD, ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ പ്രിയേഷ് തുടരുകയാണ്. ശ്രീ ചെറിയാൻ വർഗീസ്, ബാങ്ക് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 4 അല്ലെങ്കിൽ 4-ലധികമോ കള്ളനോട്ടുകൾ എത്തിയാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കണം എന്നാണ് നിയമം. വളരെ ശ്രദ്ധേയമായി SBT പറയുന്നൊരു കാര്യം, ആ തരത്തിൽ 4 അല്ലെങ്കിൽ 5 4-ലധികം നോട്ടുകൾ എന്ന നിലയ്ക്ക് എത്തിയിട്ടില്ല, അതിൽ താഴെയാണ്. ശ്രദ്ധിക്കപ്പെടാതെ പോയതിൻ്റെ ഒരു ന്യായമായി അത് വരും. അതിനർത്ഥം ഈ ദിവസങ്ങളിലൊന്നും ഒരു കള്ളനോട്ട് വന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസും അല്ലെങ്കിൽ ഒരു വിവരവും പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഈ കള്ളനോട്ടുകൾ എല്ലാം കൂടി ഒരുമിച്ചാക്കി ഇടപാടുകാരുടെ വിവരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ പോലീസിന് നൽകും എന്നാണ് ഇപ്പോൾ നൽകുന്നൊരു വിശദീകരണം. എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. ഈ കാലയളവിൽ 2 തവണ ഞാൻ ഈ അസാധു നോട്ടുകൾ മാറാൻ പോയി. ഈ 2 തവണയും നമ്മൾ 500-ൻ്റെയും 1000-ൻ്റെയും എത്ര നോട്ടുകൾ കൈമാറുന്നു എന്ന് മാത്രമാണ് രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അല്ലാതെയും സംഭവിച്ചിട്ടുണ്ടാകാം, നോട്ടുകളുടെ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം ചിലയിടങ്ങളിലോ ചില സമയങ്ങളിലോ. നമ്മുടെ ഒന്നും കയ്യിൽ നിന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എത്ര രൂപ എന്നത് സംബന്ധിച്ച് അതിൻ്റെ കണക്കുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ വിവരങ്ങൾ, ഇടപാടുകാരുടെ പൊതുവിവരങ്ങളെല്ലാം കൂടി കൈമാറി പോലീസിന് ഇതിൽ നിന്ന് കള്ളനോട്ടുകൾ കണ്ടെത്തി കള്ളനോട്ട് ഇട്ടതാരാണ്, നിക്ഷേപിച്ചതാരാണ് എന്ന് കണ്ടുപിടിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുമോ? താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് കണ്ടെത്തുക വളരെ ദുഷ്കരമായിരിക്കും. കാരണം മണൽത്തിട്ടയിൽ ഒരു സൂചി പോയാൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള വിഫലമായൊരു ശ്രമമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നോട്ടുകളുടെ ഒന്നും നമ്പർ ആരും രേഖപ്പെടുത്താറില്ല. അത് മാനുഷികമായിട്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആരാണിത് അടച്ചത് എന്ന് കയ്യോടെ പിടിച്ചില്ലെങ്കിൽ എത്ര പോലീസ് അന്വേഷണം ഉണ്ടെങ്കിലും അത് പ്രയാസമായിരിക്കും. പ്രത്യേകിച്ചും ബാങ്ക് പറയുകയാണ് 4-ൽ കൂടുതൽ ആരും അടച്ചിട്ടില്ല എന്നുള്ളതാണ് ബാങ്ക് കൊടുക്കുന്ന റിപ്പോർട്ടെങ്കിൽ ആരെക്കുറിച്ച് അന്വേഷിക്കാനാണ്, എവിടെ അന്വേഷിക്കാനാണ്, ആരാണിത് തന്നത്, ഇതിൻ്റെ യാതൊരു രേഖയുമില്ല. അതുകൊണ്ട് അത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും സർക്കാർ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കള്ളനോട്ടുകാർ അവരുടെ കള്ളനോട്ടുകൾ ബാങ്കിൽ കൊണ്ടുപോയി മാറി വെളുപ്പിച്ച് പണമാക്കി വളരെ സന്തോഷത്തോടുകൂടി ബാങ്ക് വിട്ട് പുറത്തു പോയിട്ടുണ്ടാവുക. ബാങ്ക് അപ്പോഴും വിശദീകരിക്കും കള്ളനോട്ടുകളൊന്നും മാറി നൽകിയിട്ടില്ല. അതും എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. വിശദീകരണത്തിൽ SBT പറയുന്നൊരു കാര്യമാണ്. കാരണം ഇത് നിക്ഷേപിച്ചാൽ തന്നെ കൈമാറ്റം ആയി എന്നാണല്ലോ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു സാമാന്യ യുക്തി. അതും അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ താങ്കൾ സൂചിപ്പിച്ച പോലെ RBIയുടെ നിർദ്ദേശപ്രകാരം ചെസ്റ്റിലെ പരിശോധനയിലായിരിക്കില്ലേ സ്വാഭാവികമായി ഈ കള്ളനോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടാവുക. ബ്രാഞ്ചുകളിലൊക്കെ കണ്ടെത്താൻ കഴിയാത്ത വിധം വല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു മുന്നോട്ട് പോക്ക് അന്വേഷണത്തിൽ പോലീസിനൊരു തുമ്പുണ്ടാക്കാൻ കഴിയാൻ യാതൊരു ന്യായവുമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ 2 കാര്യം ഞാൻ പറഞ്ഞോളട്ടെ. ആദ്യം ഇവിടെ ഒരു കണക്ക് നമ്മൾ പറഞ്ഞല്ലോ. കാരണം നമ്മൾ ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് 12,000 കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് കിട്ടി. അതിലാണ് 80 ലക്ഷം. അത് ഈ പറഞ്ഞത് 1% ഒന്നും വരില്ല. 12,000 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ 120 കോടിയല്ലേ. അപ്പോൾ ഈ 80 ലക്ഷം 8 ലക്ഷം എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജ് വൈസ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു നമ്പറല്ല. അതവിടെ ഇരിക്കട്ടെ. അത് ഒരു നോട്ടാണെങ്കിലും 8 ലക്ഷം രൂപയുടെ നോട്ടാണെങ്കിലും ഒക്കെ കൗണ്ടർ ഫീറ്റ് നോട്ട് അതൊരു വലിയ ക്രൈം തന്നെയാണ്. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ ബാങ്കുകൾക്ക് സാധിക്കാതെ പോയി. അത് ഒരു വീഴ്ചയാണ്. പക്ഷേ തിരക്കിനടുത്ത് പറ്റിയ ഒരു വീഴ്ചയായി അവർ ന്യായീകരിക്കാമായിരിക്കും. എന്നാൽ തന്നെയും അവസാനം ഇതിൻ്റെ നഷ്ടം ബാങ്ക് തന്നെ വഹിക്കേണ്ടി വരും. കാരണം കറൻസി ചെസ്റ്റിലുള്ള നോട്ടുകൾ 10% മാത്രമേ ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ കേട്ടത്. ഇത് മുഴുവൻ പരിശോധിക്കുകയാണ്. ഒരു പക്ഷേ കൂടുതൽ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ കണ്ടെത്തി കൂടായികയില്ല. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആണ് എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ഡാറ്റ ഇല്ലടത്തോളം കാലം നമ്മൾ ശ്രീ ചെറിയാൻ വർഗീസ്, നമ്മൾ സംസാരിക്കുന്നത് SBTയെക്കുറിച്ച് മാത്രമാണ്. അതും കേരളത്തിലെ മാത്രം കണക്കുകളാണ്. അങ്ങനെ രാജ്യത്താകെ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ ഒരു വലിയ കണക്ക് വന്നാൽ താങ്കൾ പറഞ്ഞ പോലെ ആശയപരമായി നയപരമായി കള്ളനോട്ട് വേട്ട എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തെ അവിടെ തന്നെ ദുർബലപ്പെടുത്തി എന്ന് വന്നാൽ അത് വലിയൊരു
ഗൗരവപ്പെട്ട സംഗതി തന്നെയാണ്, ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ സംവിധാനങ്ങൾ എത്രമാത്രം ദുർബലമാണ് എന്നും വളരെ പ്രധാനമായി കാണണ്ടേ? അതാണ് നമുക്കിതിൻ്റെ ഡാറ്റയാണ് വാസ്തവത്തിൽ ആവശ്യം. എത്ര നോട്ടുകൾ, എത്രമാത്രം പണം ബാങ്കുകളിൽ തിരിച്ചെത്തി, അതിൻ്റെ കൃത്യമായ കണക്ക് നമുക്ക് ഇന്നുമില്ല. ഒരു പത്രം റിപ്പോർട്ട് ചെയ്ത് 97% മടങ്ങിയെത്തിയെന്ന്. പിറ്റേ ദിവസം അതിനെ സ്ഥിരീകരിക്കാത്ത വേറൊരു റിപ്പോർട്ട് നമ്മൾ കണ്ടു. എത്ര വന്നു? ഇത് ഒരുപക്ഷെ ഇനിയും നമ്മൾ അസാധുവാക്കിയതിലും അധികം നോട്ട് വന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇതേമാതിരി കൗണ്ടർഫീറ്റ് നോട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അസാധുവാക്കിയതിലും കൂടുതൽ നോട്ടുകൾ തിരിച്ചു വന്നാൽ അതൊരു വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയായിരിക്കും. ഡോക്ടർ പ്രിയേഷ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ SBT എടുത്തൊരു സമീപനം സ്വാഭാവികമായും മറ്റു ബാങ്കുകളിൽ നിന്ന്, അതുവഴി രാജ്യത്താകെയുള്ള ബാങ്കുകളുടെ പ്രവർത്തനത്തിലെ കള്ളനോട്ടിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള, വരവിനെക്കുറിച്ചുള്ള ഒരു കണക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്നതല്ലേ? അതിൻ്റെ ഒരു തുടക്കമായി SBTയുടെ ഈ വെളിപ്പെടുത്തലിനെ താങ്കൾ കാണുന്നുണ്ടോ? അല്ല, നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ ഇങ്ങനെ ഡിമോണിറ്റൈസേഷൻ കള്ളപ്പണക്കാർക്ക് കള്ളപ്പണം മാറിയെടുക്കാനുള്ള ഒരു വെളുത്ത പണമാക്കാനുള്ള അവസരമാക്കി മാറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വരുന്ന 8 ലക്ഷം കോടി രൂപ ഒരു സ്റ്റേറ്റ് ബാങ്കിൻ്റെ കേസിൽ ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് എമൗണ്ടാണ്. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ അതിൻ്റെ അത്രയോ മടങ്ങ് കള്ളപ്പണം വരാതെ ഏകദേശം വെറും പേപ്പറായി പോയി കാണാമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്. അത് ഇന്ന് തന്നെ ഏകദേശം ഒരു പ്രമുഖ പത്രത്തിൻ്റെ റിപ്പോർട്ടിൽ വന്നത് 90,000 കോടി രൂപ നക്സലുകളുടെ പണം ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വാച്ചിലാണെന്നും അത് നശിപ്പിക്കാൻ പറ്റിയെന്നൊരു വാർത്ത വരുന്നുണ്ട്. പ്രമുഖ പത്രത്തിലെ വാർത്തയാണ്. അതുപോലെ അപ്പോൾ ആ ഒരു കേസിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു അവസരമല്ല, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ പ്രിയേഷ്, കള്ളപ്പണമുണ്ട്, കള്ളനോട്ടുണ്ട്. കള്ളപ്പണം പല രൂപത്തിൽ നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും അതിൽ ഞാൻ പറഞ്ഞത്, കള്ളനോട്ടിൻ്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ പോലെയൊക്കെ ഒരുപാട് കത്തിച്ചു പോയിട്ടുണ്ടാകാം. അത്തരം ഒരുപാട് ചർച്ചകളും വർത്തമാനങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ നിലയിൽ തന്നെ ഒരു ചർച്ചയായി. പക്ഷേ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കള്ളനോട്ടെങ്കിൽ ഒരു കള്ളനോട്ട്, അത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ബാങ്കുകളെ ഉപയോഗിച്ച് അത്തരമൊരു സംഗതി കൂടി കാര്യമായി നടന്നിരുന്നു ഇതിനിടയിൽ എന്ന് പറയുന്ന ഒരു ഗൗരവപ്പെട്ട സാധനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ആ സമയത്ത് ഏകദേശം നവംബർ അവസാനവും ഡിസംബർ ആദ്യമൊക്കെ ചില പത്ര റിപ്പോർട്ടുകൾ വന്നു. അത് ചിലർ വീട്ടമ്മമാർ, വളരെ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവർ, അവരെ കയ്യിൽ കിട്ടിയ കള്ളനോട്ട് അറിയാതെ ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്നു, ബാങ്കിൽ പിടിക്കുന്നു. അപ്പം മനഃപൂർവ്വം ഇവർ കള്ളനോട്ട് വെച്ച് മാറാൻ വേണ്ടി മാത്രം ബാങ്കിൽ പോയി ബാങ്കിനെ ദുരുപയോഗപ്പെടുത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ നിന്നു കൊടുത്തു എന്നും പറയാൻ പറ്റത്തില്ല. വളരെ വളരെ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചു പോവാം. ഈ തിരക്കിനിടയ്ക്ക് ചിലപ്പം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനെയാണ് തൽക്കാലം ഇതിന് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ശ്രീ ചെറിയാൻ വർഗീസ്, അവസാനം ഒരു കാര്യം, ഇപ്പോൾ സമാഹരിച്ച നോട്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സംബന്ധിച്ചാണ് RBI നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SBTയുടെ വിവരം വന്നിട്ടുള്ളത്. സ്വാഭാവികമായും മറ്റു ബാങ്കുകളിൽ നിന്നും വരും ദിവസങ്ങളിൽ കൂടുതലായി വിവരങ്ങൾ വന്നേക്കാം. അവിടെയാണ് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട വിവരം വന്നിട്ടുള്ളത്. സമാനമായി തന്നെ ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രധാനപ്പെട്ട കണക്കുകൾ ശേഖരിക്കാനോ റിസർവ് ബാങ്കിൽ നിന്ന് പുറത്തു വരുന്നോ ഇല്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതല്ലേ? കള്ളപ്പണവുമായി ബന്ധപ്പെട്ട്, കള്ളനോട്ടാണ് ഈ പറഞ്ഞത്, കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ അടക്കം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ നയം അവസാനിപ്പിച്ചതിന് ശേഷം ഡിസംബർ 31 ശേഷവും RBIയിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എന്നതും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ജനങ്ങൾക്ക് ഇൻഫർമേഷൻ അതെന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക, അതൊരു ചുമതലാബോധമുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു കർത്തവ്യമാണത്. നമ്മളെല്ലാവരും സഹകരിച്ചു, രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ സഹകരിച്ചു. ഒരിടത്തും ഒരു ബഹളമോ അടിപിടിയോ കലാപമോ ഉണ്ടായില്ല. ഇതെല്ലാം ഭംഗിയായി ഇതിൻ്റെ പ്രോസസ്സ് ഏതാണ്ട് ഭംഗിയായിട്ട് നമ്മളൊക്കെ കഷ്ടം സഹിച്ചെങ്കിലും അവസാനിച്ചു. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷവും ഇതിൻ്റെ ഫലം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ചുമതല നമ്മുടെ സംവിധാനത്തിനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാങ്കിൽ വന്ന പണം മുഴുവൻ വെള്ളപ്പണമല്ല, വെളുത്ത പണമല്ല. കാരണം അതിൻ്റെ പുറകെ നമ്മളൊരു പുതിയ സ്കീം ഗവൺമെൻറ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 50% കൊടുത്താൽ കള്ളപ്പണം നമുക്ക് ഉള്ളവർക്ക് ഡിക്ലെയർ ചെയ്യാമെന്ന്. അത് എത്രമാത്രം ഡിക്ലെയർ ചെയ്യുന്നു അതനുസരിച്ചാണ് ബാങ്കിൽ എത്ര കള്ളപ്പണം ബാങ്കിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ഏകദേശം മാർച്ച് 31 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം മാർച്ച് 31 മാത്രമേ ഈ പുതിയ സ്കീം 50% ടാക്സ് കൊടുത്ത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ആ
ഔദ്യോഗിക സംവിധാനം അവസാനിക്കുകയുള്ളൂ. അത് വരുമ്പോഴത്തേക്ക് ആയിരിക്കും ശരിയായിട്ടുള്ള കണക്കുകൾ നമുക്കറിയാൻ സാധിക്കുക. പക്ഷേ അതിനു മുമ്പായിട്ട് മൊത്തം എല്ലാ ബാങ്കുകളിലും കൂടി എത്ര അസാധു നോട്ടുകൾ വന്നു എന്ന് അറിയാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് റിസർവ് ബാങ്ക് എത്ര പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുന്നുവോ അത്രയും നല്ലത്. തീർച്ചയായും ഡോക്ടർ പ്രിയേഷിൻ്റെ ഇക്കാര്യത്തിലുള്ളൊരു നിലപാട് എന്താണ്? RBIയിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. അതുവരേക്കും ഈ പറഞ്ഞതുപോലെ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ ഉണ്ടാകും. താങ്കളും ചില റിപ്പോർട്ടുകൾ സ്വാധീനിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചല്ലോ. പക്ഷേ RBIയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഇപ്പോൾ SBI കേരളത്തിലെ അവരുടെ ഈ കാലയളവിൽ എത്രമാത്രം അസാധു നോട്ടുകൾ എത്തി, അതിൽ എത്രമാത്രം കള്ളനോട്ടുകൾ ഉണ്ടായിരുന്നു, അവരിനി അക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിശദീകരിച്ചല്ലോ. സമാനമായി ഇതിനെ ആകെ സമാഹരിച്ചുകൊണ്ടുള്ള RBIയുടെ അധികം വൈകാത്തൊരു വിശദീകരണമല്ലേ രാജ്യം കാത്തിരിക്കുന്നത്? പക്ഷേ അതുണ്ടാവുന്നില്ലല്ലോ. അതെ, അധികം വൈകാത്ത ഒരു തീരുമാനം RBIയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കണക്ക് പറയുന്നതിനൊക്കെ നല്ലതായിരിക്കും കുറച്ച് വൈകി വ്യക്തമായ കണക്കെടുപ്പ് നടത്തിയതിന് ശേഷം വളരെ വിശ്വാസയോഗ്യമായ ഒരു കണക്ക് പുറത്തുവിടും. കണക്കെടുപ്പ് എന്നൊന്നും പറയുന്നത് പഴയ പോലെ അത്ര ശ്രമകരവും ബുദ്ധിമുട്ടേറിയതുമല്ല എന്ന് താങ്കൾക്ക് മനസ്സിലാവും. അല്ല, അത് മാത്രമല്ല, നമ്മൾ പെട്ടെന്നൊരു കണക്ക് ഇപ്പം ഒരു മീഡിയ ഏജൻസി പറഞ്ഞു 97% തിരിച്ചു വന്നു, പക്ഷേ ഇത് RBI നിഷേധിക്കുന്നു. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിനെ തന്നെ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാതെ വരും. അതുകൊണ്ട് RBI വളരെ കുറച്ച് വൈകിയാലും 1, 2, 3 ആഴ്ച വൈകിയാലും വ്യക്തമായൊരു കണക്ക് ആൾക്കാരുടെ യുക്തിക്ക് എന്താ പറയുക ബോധിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ വിശദീകരിക്കും. പക്ഷേ അതിന് പകരം നമ്മുടെ മീഡിയ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ പെട്ടെന്ന് സമരങ്ങൾ, സ്ട്രീറ്റിലുണ്ടാകുന്ന വലിയ വലിയ സമരങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു കണക്ക് RBI പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും ആ സ്ഥാപനത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ നാണയ വ്യവസ്ഥയ്ക്കും ജനങ്ങൾക്കും അല്ലെങ്കിൽ ഈ RBIയുടെ റെപ്യൂട്ടേഷൻ ഡോക്ടർ പ്രിയേഷ്, വിശ്വാസം ഒരു ദൗർബല്യമല്ല. ആ വിശ്വാസത്തിൽ ഈ RBI തന്നെ ഈ കാലയളവിൽ എത്രയോ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു, ജനങ്ങൾ എതിർത്തു, ഉത്തരവുകൾ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഔദ്യോഗികമായ വിവരങ്ങൾ ഈ വിധത്തിൽ ഈ സംവിധാനത്തിലൂടെയും കള്ളനോട്ടുകൾ മാറപ്പെട്ടിട്ടുണ്ട്, ബാങ്കുകൾക്ക് പിടിക്കാനായില്ല, ഇനി പിടിക്കാൻ പോലീസിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അതിൽ യാതൊരു വിശ്വാസവുമില്ല. കാരണം പിടിക്കാനാവാത്ത വിധം ഒരു വലിയ മണൽത്തരികളിൽ ഒരു സൂചി വീണ പോലെ അവസ്ഥയാണ്. ഈ വിശദീകരണങ്ങളൊക്കെ ബാങ്കുകൾക്ക് നൽകേണ്ടി വരുന്നു എന്നതുകൂടിയാണ് വളരെ പ്രധാനമാകുന്നത്. വളരെയധികം നന്ദി ശ്രീ ചെറിയാൻ വർഗീസ്, യൂണിയൻ ബാങ്കിൻ്റെ മുൻ CMD, ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ പ്രിയേഷ് ഞങ്ങളോട് സഹകരിച്ചതിന്. SBT ഇന്ന് പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണവും അഭിപ്രായങ്ങളുമാണ് ഇപ്പോൾ പ്രൈം ഡിബേറ്റിൽ നിങ്ങൾ കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് കൂടി വളരെ വേഗം പോവുകയാണ്. ഏതായാലും മലയാളത്തിൻ്റെ സിനിമാ തർക്കം ഒരുപക്ഷെ ക്ലൈമാക്സിലേക്ക് നീങ്ങിയേക്കാം. എ ക്ലാസ് തിയേറ്റർ ഉടമകളെ സമ്മർദ്ദത്തിലാക്കി സിനിമാ നിർമ്മാതാക്കളും വിതരണക്കാരും കടുത്ത തീരുമാനത്തിലേക്ക്. ഈ മാസം 12-ന് മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യും. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ അല്ലാത്ത തിയേറ്ററുകളിലാകും ചിത്രങ്ങൾ റിലീസ് ചെയ്യുക. ഈ മാസം 11-ന് വിതരണക്കാരും നിർമ്മാതാക്കളും വീണ്ടും യോഗം ചേരും. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ ബോഡി ഈ മാസം 10-ന് യോഗം ചേരാനിരിക്കെയാണ് നിർമ്മാതാക്കളും വിതരണക്കാരും സമ്മർദ്ദതന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തിയേറ്റർ വിഹിതത്തിൽ എ ക്ലാസ് തിയേറ്റർ ഉടമകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇത്. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റേതല്ലാത്ത തിയേറ്ററുകളിൽ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ കൊച്ചിയിൽ ചേർന്ന നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗം തീരുമാനിച്ചു. ഈ മാസം 12, 19, 26 തീയതികളിലാകും റിലീസിംഗ്. ആദ്യം റിലീസ് ചെയ്യുക കാമ്പോജിയാണ്. പൃഥ്വിരാജിന്റെ എസ്ര, മോഹൻലാലിന്റെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, സത്യനന്ദിക്കാടിന്റെ ജോമോന്റെ സുവിശേഷങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ ഓരോ ആഴ്ച ഇടവിട്ട് ഘട്ടം ഘട്ടമായി റിലീസ് ചെയ്യാനാണ് തീരുമാനം. 12-ാം തീയതി തൊട്ട് മലയാള ചിത്രങ്ങളടക്കം 12, 19, 26 എന്നീ തീയതികളിൽ റിലീസ് ചെയ്യുകയാണ്. പല എക്സിബിറ്റേഴ്സും ആ ചിത്രങ്ങൾ കളിക്കുവാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലെ ചില അംഗങ്ങളുടെ തിയേറ്ററുകളിലും പ്രദർശനമുണ്ടാകും. സംസ്ഥാനത്ത് 200-ലധികം തിയേറ്ററുകളിൽ റിലീസിംഗ് നടത്താൻ സാധിക്കുമെന്നാണ് വിതരണക്കാരും നിർമ്മാതാക്കളും പ്രത്യാശിക്കുന്നത്. മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ ഈ മാസം 19-നകം നിർമ്മാതാക്കളുമായി കരാറൊപ്പിടാത്ത തിയേറ്റർ ഉടമകൾക്ക് ഭാവിയിൽ മലയാള സിനിമകൾ നൽകില്ലെന്ന് സിയാദ് കോക്കർ വ്യക്തമാക്കി. വിജയുടെ പുതിയ തമിഴ് ചിത്രമായ ഭൈരവ എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ തിയേറ്ററുകളിൽ കളിക്കില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗമാണ് ഭൈരവ കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. പുതിയ ചിത്രങ്ങളുടെ റിലീസിംഗ് തീയതി തീരുമാനിക്കാൻ ഈ മാസം 11-ന് വിതരണക്കാരും നിർമ്മാതാക്കളും വീണ്ടും യോഗം ചേരും. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ജോയിന്റ് സെക്രട്ടറി പ്രമുഖ നിർമ്മാതാവ് ശ്രീ കല്യൂർ ശശി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഏതായാലും മലയാള സിനിമാ പ്രവർത്തകർക്ക് ക്രിസ്മസ് ആകുന്നതേ ഉള്ളൂ. അവരുടെ ക്രിസ്മസ് ആരംഭിക്കുക
ജനുവരി 12-നാണ് എന്ന വളരെ രസകരമായൊരു കാര്യമുണ്ട്. ക്രിസ്മസ് റിലീസുകൾ ജനുവരി 12-ന് ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് മലയാള സിനിമാ രംഗത്തെ നിർമ്മാതാക്കളും വിതരണക്കാരും. ശ്രീ കല്ലിയൂർ ശശി, ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പുതിയ സിനിമകൾ, വലിയ വമ്പൻ സിനിമകൾ, ഇതിനെയൊക്കെ നിലനിർത്തുന്നത് എ ക്ലാസ് തിയേറ്ററുകളാണ്. അവർ തരുന്ന അഡ്വാൻസ് ഉണ്ട്, അവരുടെ വളരെ വലിയ റിലീസുകളുണ്ട്. അത് വേണ്ട എന്ന് വെച്ചുകൊണ്ടൊരു വലിയ റിസ്കിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിതരണക്കാരും ഒക്കെ ഒന്നിച്ചു പോവുകയാണോ? നിങ്ങൾക്ക് വിജയിക്കാനാകുമോ? തീർച്ചയായും വിജയിക്കാനാവും. നമ്മളിപ്പം ഇത് നേരത്തെ, അതായത് ക്രിസ്മസ് കാലഘട്ടത്തിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അത് തിരിച്ചെടുക്കാനും കഴിയുകയില്ല. ഏതാണ്ട് 15 കോടി രൂപയോളം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. അത് നമുക്ക് തിരിച്ചെടുക്കാനും കഴിയുകയില്ല. പക്ഷെ ഇത് എത്ര നാൾ തുടരും? ഞങ്ങൾക്ക് ഇതിന് മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. അവരൊട്ട് നിലപാട് മാറ്റുന്നുമില്ല. അപ്പം ഞങ്ങൾ വേറെ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ എ ക്ലാസ് തിയേറ്ററുകൾ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ നിന്നൊക്കെ വാങ്ങിച്ച അഡ്വാൻസിന്റെ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കും? മറ്റൊന്ന് ബി ക്ലാസ് തിയേറ്ററുകൾ, ആ ബി ക്ലാസ് തിയേറ്ററുകളെയും കൊണ്ട്, അതായത് നഗര കേന്ദ്രീകൃതമായ പ്രധാനപ്പെട്ട റിലീസിംഗ് സെന്ററുകൾ കിട്ടാതെ വരാം. ഈ ബി ക്ലാസ് സെന്ററുകളും സർക്കാർ തിയേറ്ററുകളും കുറച്ച് മൾട്ടിപ്ലക്സും കൊണ്ടൊക്കെ നിങ്ങൾക്ക് മലയാള സിനിമയെ, ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലിബർട്ടി ബഷീറിൻ്റെ മുമ്പിൽ ജയിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഈ വ്യവസായത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ചിന്തിക്കാം. ഇല്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ശരത്ത് നോക്കിക്കോളൂ, ഈ 12-ാം തീയതി അതിന്റെ ടെസ്റ്റ് ഡോസാണ് നടക്കുന്നത്. കാമ്പോജി എന്ന ഒരു ചെറിയ സിനിമ, ഒരു നല്ല സിനിമ, അത് റിലീസാവാൻ പോവുകയാണ്, മലയാള ചിത്രം. അതിന്റെ കൂട്ടത്തിൽ ഒരു ഒറ്റ കാര്യം കൂടി, അതൊക്കെ ഞങ്ങളുടെ റിപ്പോർട്ടിലുമുണ്ട്. നിങ്ങൾക്കിത് വിജയിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത തർക്കത്തിൽ എതിരാളികളായി നിൽക്കുന്ന എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ, അതൊരു സംഘടനയാണല്ലോ. ആ സംഘടനയ്ക്കുള്ളിൽ വരുന്ന എ ക്ലാസ് തിയേറ്റർ ഉടമകളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ നിങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ കഴിയും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഈ 12-ാം തീയതി കഴിയുമ്പോൾ അവരെല്ലാരും, അവരിൽ ഭൂരിഭാഗം പേരും ഞങ്ങൾക്കൊപ്പം വന്ന് ചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ അത് കരുതുന്നത്. വെറും വിശ്വാസം മാത്രമാണ്, ഒരു ബോധ്യവും നിങ്ങൾക്ക് അക്കാര്യത്തിലില്ല. ആ ബോധ്യം വന്നു തുടങ്ങി. പക്ഷെ അത് ഞങ്ങള് പുറത്ത് ഇതിങ്ങനെ ഒരു ഇതായിട്ട് പറയേണ്ടത് എത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങളൊരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഞങ്ങളത് പത്രസമ്മേളനം വിളിച്ച് തന്നെ പറയും. കല്ലിയൂർ ശശി, താങ്കൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് തിയേറ്ററിന്റെ നിലനിൽപ്പുമാണ് പ്രധാനം, എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അല്ല എന്ന് അതിലെ അംഗങ്ങളായ തിയേറ്റർ ഉടമകൾ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നാണോ? തീർച്ചയായും. ഉദ്ദേശം എത്ര അംഗങ്ങളാണ്? ഫെഡറേഷനിൽ ഉദ്ദേശം എത്ര അംഗങ്ങൾ, എത്ര തിയേറ്റർ ഉടമകൾ ഉണ്ടാകും, എത്ര തിയേറ്ററുകൾ ഉണ്ടാവും? അതായത് ഇപ്പോൾ തന്നെ ഒത്തിരി, ഞാനതല്ലേ പറഞ്ഞല്ല, കറക്റ്റായ കണക്കുകൾ ഞങ്ങൾ വെളിപ്പെടുത്താൻ അല്പ ദിവസങ്ങൾ. അല്ല, ഞാനതിന്റെ മൊത്തം ശക്തിയാണ് ഉദ്ദേശിച്ചത്. എത്രമാത്രം തിയേറ്ററുകൾ നിങ്ങളുടെ കൂടെ എത്ര ഉണ്ടെന്നല്ല എൻ്റെ ചോദ്യം. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ എത്രമാത്രം അംഗങ്ങളുണ്ട്, എത്രമാത്രം തിയേറ്ററുകളുണ്ട്, എ ക്ലാസ് അടക്കം? 300-ന് മേലെയുള്ള 300 സംതിങ് തിയേറ്ററുകളാണ്. ശരി, ആയിക്കോട്ടെ, അത്രയും അത് കേട്ടാൽ മതി. 12-ാം തീയതി ആദ്യ റിലീസിൽ ഈ 300-ൽ അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കുമോ? തീർച്ചയായും. 12-ാം തീയതി നിൽക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. 12-ാം തീയതി ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പടം മാത്രമാണ്. അത് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അസോസിയേഷന്റെ തിയേറ്റർ. പൃഥ്വിരാജിന്റെ എസ്ര വരുന്നതോടെ, തൊട്ടടുത്ത റിലീസ് അതാണല്ലോ, പൃഥ്വിരാജിന്റെ എസ്രയാണല്ലോ, അത് വരുന്നതോടെ ഫെഡറേഷന്റെ കഥ കഴിയുമോ? തീർച്ചയായും ഇതിന്റെ ചിത്രമേ മാറും. 50% പേരെങ്കിലും സിനിമ കളിക്കാൻ തയ്യാറായി ഇപ്പോഴും വാക്കാൽ നിൽക്കൊണ്ട്. അവരെല്ലാം ഈ 19-ാം തീയതിയോടുകൂടി ഇനി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ലിബർട്ടി ബഷീറിന്റെ വാക്കുകളാണ്. ശ്രീ ലിബർട്ടി ബഷീർ, ഇപ്പോൾ കേട്ടല്ലോ കല്ലിയൂർ ശശി പറഞ്ഞത്. ഇതുവരെ താങ്കളുടെ നേതൃത്വത്തിന് കീഴിൽ അനിഷേധ്യമായി നിന്ന ആ സംഘടന ഒരുപക്ഷെ പിളർന്നേക്കാം, സംഘടന ഉപേക്ഷിച്ച് തിയേറ്റർ ഉടമകൾ പോയേക്കാം. സംഘടന രണ്ടാമത്, ആദ്യം വേണ്ടത് ഈ വ്യവസായവും ഈ കച്ചവടവും തിയേറ്ററുകളുടെ നിലനിൽപ്പുമാണ്. അങ്ങനെ വന്നാൽ 12-ാം തീയതി കഴിഞ്ഞ് 19-ാം തീയതി വരുന്ന റിലീസോടുകൂടി ഒരുപക്ഷെ ഞാനും എൻ്റെ ആളും എന്ന് പറയുന്നത് പോലെ ആയി തീരുമോ ലിബർട്ടി ബഷീർ? ഇപ്പൊ എത്ര പാർട്ടികൾ പിളരുന്നുണ്ട്, എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ശശിന് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നടക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നില്ല. എനിക്ക് എന്റെ മെമ്പർമാരെ അത്ര വിനയൊന്നും വേണ്ട ശ്രീ ലിബർട്ടി ബഷീർ. അല്ല, എനിക്ക് എന്റെ മെമ്പർമാരല്ലാണ്ട് എനിക്ക് ഈ ശശിയേട്ടൻ പറഞ്ഞ എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റുമോ? 350 മെമ്പർമാർ 125 മെമ്പർമാർ അവരോട് പോയി നിൽക്കുന്നു പറഞ്ഞാൽ എനിക്കൊന്നും മറുപടിയില്ല. ഇവിടെ കാലകാലങ്ങളായിട്ട് നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാം. പിന്നെ അതെല്ലാം ഒരു വെല്ലുവിളിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. കാരണം ഇപ്പൊ ഈ സമയത്തൊന്നും ഒരു വെല്ലുവിളി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമ്മളില്ലാണ്ട്. പക്ഷേ ശ്രീ ലിബർട്ടി ബഷീർ, ഒരു കാര്യം താങ്കൾ അംഗീകരിക്കേണ്ടതായി വരും. ഇത്രയും കാലത്തെ കളികളിൽ ഇതാദ്യമായി നേർക്കുനേർ ഫൈറ്റിലേക്ക് വരുന്നു. ലിബർട്ടി ബഷീറിൻ്റെ സംഘടനയെയും അതിലെ താങ്കളുടെ ശക്തിയെയും നേരിടാൻ തീരുമാനിച്ച് തന്നെ നിർമ്മാതാക്കളും വിതരണക്കാരും നീങ്ങുന്നു.
സംഘടനയെ നിലനിർത്തേണ്ട വലിയ വെല്ലുവിളി താങ്കൾക്ക് മേൽ വന്നു ചേരുന്നു. വലിയ താരപടങ്ങൾ വന്നാൽ തിയേറ്റർ ഉടമകൾ ഒരുപക്ഷെ സംഘടന വിട്ടു പോയേക്കാം. ബി ക്ലാസ് തിയേറ്ററുകൾ എ ക്ലാസ് തിയേറ്ററുകളാകുന്ന ഒരു അവസ്ഥ വരും. നേരത്തെ ഓർമ്മയുണ്ടാകും, ഈ മദ്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മദ്യം നയം കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ചപ്പോൾ വലിയ നിലയ്ക്ക് ബാറുകൾ നവീകരിക്കുന്ന ഒരു കാഴ്ച കേരളം കണ്ടു. ബി ക്ലാസ് തിയേറ്ററുകൾ എ ക്ലാസ് തിയേറ്ററുകളാകാൻ വേണ്ടി ഒരുപക്ഷെ മത്സരിക്കാനും പണം മുടക്കാനും ആ ഉടമകൾ തയ്യാറാകുന്ന പോലെ സാഹചര്യം വന്നാൽ നിങ്ങളുടെ ഫെഡറേഷൻ ദുർബലപ്പെട്ടേക്കാം. ശരത്ത് ഒരു കാര്യം മനസ്സിലാക്കി, ഇതന്നെയാണ് തർക്ക വിഷയം. ശരത്ത് പറയുന്ന കാര്യം തർക്ക വിഷയം. നമ്മളിപ്പം കേരളത്തിൽ 100-150-200 സ്റ്റേഷനിലെ സ്ഥാനത്ത് ഇപ്പം ശശി തിയേറ്ററിനെ സംബന്ധിച്ച് 350 തിയേറ്റർ ഉണ്ടായിരുന്നത്. ഈ 350 തിയേറ്റർ റിലീസ് വന്നു കഴിഞ്ഞപ്പം നമ്മൾ പണ്ട് 48 സെന്ററിൽ 100-150 സ്റ്റേഷന്റെ റിലീസ് സ്ഥലത്ത് ഇപ്പൊ 300-350 തിയേറ്ററിന്റെ റിലീസ് സെന്ററായി. അതിന്റെ മെച്ചം ആർക്കാ കിട്ടുന്നത്? നമുക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ ടൗണിൽ കിടക്കുന്ന തിയേറ്റേഴ്സ് എടുത്തു മാറ്റിയിട്ട് ആർക്കും ഒരു പടം റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്നെ സമ്മതിക്കുന്നതാണ്. ഉൾപ്രദേശങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു പടം റിലീസ് ചെയ്ത് ടൗണിന്റെ കണക്ഷൻ വരില്ലല്ലോ. നമ്മളെല്ലാം വില പിടിച്ച സ്ഥലങ്ങളിലുള്ള തിയേറ്റേഴ്സ് ആണ്. അത് ഒന്നും സംഭവിക്കില്ല. നാളെ ഇപ്പൊ ഇവരെ വെല്ലുവിളിക്കുന്ന തിയേറ്ററിന്റെ പൂട്ടിക്കുന്ന ഒരു പടം സപ്ലൈ ഇല്ല. എന്റെ പക്ഷേ ഒരു കാര്യം, നിർമ്മാതാക്കൾ ലിബർട്ടി ബഷീർ ഒറ്റ നിമിഷം ഒരുപാട് കാര്യങ്ങൾ നിർമ്മാതാക്കൾ ഈ പറയുന്ന പോലെ വലിയ പിൻബലമൊന്നുമില്ലാത്ത നിർമ്മാതാക്കളും ഒക്കെ ചോദിക്കുന്നുണ്ട്. 50% ഷെയർ അനുവദിച്ചാൽ ഹോൾഡ് ഓവർ രീതി നിങ്ങൾ നിർത്തലാക്കുമോ? മൾട്ടിപ്ലക്സ് തരുന്ന സൗകര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ ഒന്നും ചർച്ചയിലേക്ക് പോകാനല്ല. സൂപ്പർ താര ചിത്രങ്ങളല്ലാത്ത എല്ലാ മലയാള സിനിമയ്ക്കും അഡ്വാൻസ് കൊടുക്കും. കാമ്പോജി കൊള്ളാമെന്നൊരു ചെറിയ ചിത്രം, കല്ലൂർ ശശി അതിനെ വിശേഷിപ്പിച്ച് അങ്ങനെയാണ് അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്നു. നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുമോ? എല്ലാ ആഴ്ചയും വിതരണക്കാർക്ക് പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അന്യഭാഷാ സിനിമയുടെ അതിപ്രസരത്തിന് ഒരു അറുതി വരുത്താൻ ടിക്കറ്റ് മെഷീൻ സ്ഥാപിക്കാൻ ഇപ്പോൾ നടക്കുന്ന റെയ്ഡൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. താങ്കളുടെ തർക്കം തിയേറ്ററുകളിൽ നടക്കുകയാണല്ലോ. ഇവിടെ ഒന്നും കണ്ടുപിടിച്ചോ? അതെനിക്കറിയില്ല. അല്ല, വിജിലൻസ് അക്കാര്യം വിശദീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞാൽ. വിജിലൻസ് പറഞ്ഞാൽ നമ്മൾ അറിയും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വിജയുടെ ചിത്രം ഭൈരവ, അതും നിങ്ങൾക്കടക്കം തരില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. അതിൻ്റെ മലയാളത്തിലെ വിതരണക്കാരോട് സംസാരിക്കാനിരിക്കുകയാണ് ഇവർ. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിട്ടു പോകുമോ നിങ്ങളെ സംബന്ധിച്ച്? സ്ഥലത്തെ നമ്മൾ ഒരു കാര്യം സ്ഥലത്ത് മനസ്സിലാക്കി. ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ കേരളത്തിൽ 350 തിയേറ്ററിന് 350 എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, എന്റെ തിയേറ്റർ എടുക്കുന്ന ഒരു ഏറ്റവും പരിശീലന്റെ ഹൃദയസ്ഥാനത്താണ്. സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. എനിക്ക് നാളെ ഈ തിയേറ്റർ കൂട്ടിയിട്ട് ഏത് മാളുകൾക്ക് വാടക കൊടുത്താൽ ഇതിന് 10 ഇരട്ടി സമ്പാദിക്കാനൊക്കെ 10 ഇരട്ടി കിട്ടാനൊക്കെ ഇവിടെ കൊടുത്താൽ അങ്ങനത്തെ പല തിയേറ്ററിലും തിരുവനന്തപുരത്തും എറണാകുളത്തും നിന്നുള്ള തിയേറ്ററുകളുണ്ട്. ഇതെല്ലാം കൂട്ടി മാളുകളെ ഷോപ്പിംഗ് മാളാക്കി എന്ത് ചെയ്യും? അപ്പോൾ ഈ അന്യ സംസ്ഥാനത്ത് വരും. ഇപ്പൊ നിങ്ങളെ പോലെ സാധാരണക്കാരൻ 200-250 ടിക്കറ്റ് വേണ്ടി വരും. അതൊക്കെ ഞാൻ കിടക്കുന്നില്ല. ഇവരെ വെല്ലുവിളിക്കാൻ വേണ്ടി നമ്മളെ ഇവരെല്ലാം ഇപ്പോൾ ഫലത്തിൽ ശ്രീ ലിബർട്ടി ബഷീർ, സമയം തീരുന്നുണ്ട്. സർക്കാരെതിരായി ഒരു ഭാഗത്ത് താങ്കൾ മുഖ്യമന്ത്രിയെ കണ്ടുവെങ്കിലും കാര്യമായുണ്ടായില്ല. മന്ത്രി പറഞ്ഞ നിർദ്ദേശങ്ങളും ഒരു ഉത്സവകാലത്തെ സംരക്ഷിച്ച് ഒന്നും നടന്നില്ല. ഇപ്പോൾ നിർമ്മാതാക്കളും വിതരണക്കാരും ഇത്ര കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന സ്വാഭാവികമായും സർക്കാരിൻ്റെ കൂടി ഒരു മനോഭാവം മനസ്സിലാക്കിയിട്ടായി കൂടെ. അങ്ങനെ വന്നാൽ തിയേറ്റർ ഉടമകൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് കൊഴിഞ്ഞു പോയേക്കാം. ഈ അവസ്ഥ ഒരു കഴിഞ്ഞ 5-8 വർഷം ഉണ്ടായിട്ട് ഒരു പ്രൊഡ്യൂസർ 1-2 ആക്കിയ ആൾക്കാരെല്ലാം ഇത് ആ സ്ഥാനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അവിടെ അന്ന് കീർത്തിമുദ്രയും മായാബസാറാണെങ്കിൽ ഇന്ന് വേറെ 4 വടക്കാണ്. ശബരനാഥ് ഈ ബുദ്ധിമോശം ചെയ്തെന്ന് എന്റെ തോന്നൽ. തീർച്ചയായും. ഏതായാലും താങ്കൾ അതിനുവേണ്ടി യോഗം അതിനു മുമ്പ് ചേരാനും ഏതായാലും മുന്നൊരുക്കങ്ങളിലേക്കാണ്. ശ്രീ കല്ലൂർ ശശി, ഇപ്പോഴും ലിബർട്ടി ബഷീറിന് ഒരു ആത്മവിശ്വാസക്കുറവുമില്ല. അദ്ദേഹത്തിൻ്റെ സംഘടനയെ കയറി നിങ്ങൾക്ക് അങ്ങനെയൊന്നും പിളർത്താനാവില്ല. ആ സംഘടനയുടെ ശക്തി നിൽക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ ബി ക്ലാസ് തിയേറ്ററിലെ റിലീസ് കൊണ്ട് മലയാള സിനിമയെ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനുമാവില്ല. മായാ ബസാറിൻ്റെയും മറ്റേതൊരു സിനിമയുടെയും പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ റിലീസിനെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ കല്ലൂർ ശശി, ഞങ്ങൾക്ക് വെല്ലുവിളികളോ സംഘടനയെ മറ്റൊരു ഞങ്ങളുടെ സഹോദര സംഘടന എക്സിക്യൂട്ടീവ് ഫെഡറേഷൻ അതിനെ പിളർക്കണമെന്നോ ഉള്ള ഒരു യാതൊരു ആഗ്രഹവുമില്ല. സമാന മനസ്കരായ തിയേറ്റർ ഉടമകൾ മലയാള ചിത്രങ്ങൾ നിലവിലുള്ള ടേംസിൽ കളിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർക്ക് ഞങ്ങൾ സിനിമ കൊടുക്കും. അവര് കളിക്കും. ഇവിടെ 19-ാം തീയതി ശരത്തെ ഞാൻ വെല്ലുവിളിക്കുകയല്ല, 19-ാം തീയതി നോക്കി കണ്ടോളൂ. ഇവിടെ ഈ 19-ാം തീയതി റിലീസ് ചെയ്യുന്ന ചിത്രത്തോട് ഈ വിജയുടെ ഭൈരവയുടെ കാര്യത്തിൽ ഇത് തന്നെയാണോ നിലപാട്? ഫെഡറേഷന്റെ തിയേറ്ററുകൾക്ക് കൊടുക്കില്ല, യാതൊരു കാരണവശാലും ഫെഡറേഷന്റെ തിയേറ്ററുകൾ റിലീസ് കൊടുക്കത്തില്ല. ലിബർട്ടി ബഷീർ കേട്ടല്ലോ, നിങ്ങൾക്ക് കിട്ടില്ല ഭൈരവ. 150 തിയേറ്ററിൽ വരെയാണ് കേരളത്തിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടില്ല എ ക്ലാസ്. നമ്മൾ ഭൈരവ കളിച്ച് ഇവർ തന്നെ ഭീഷണിപ്പെടുത്തിയാണ് നമ്മുടെ തിയേറ്റർ യുവജന സംഘടന കൊണ്ട് ആക്രമിക്കുന്നു. നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കേണ്ട ആവശ്യം? നമുക്ക് ഒരു ഭൈരവ കളിച്ചിട്ടൊന്നും നമ്മുടെ തിയേറ്റർ. അതൊക്കെ ശരി, പക്ഷെ സിനിമ നിങ്ങൾക്ക് തരില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല.
ഇപ്പോൾ വിജയുടെ നമുക്കൊന്നും സിനിമ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ പറ്റില്ല. നഷ്ടം ഇവരുടെ നിങ്ങൾക്കാണ്, ഒന്നും ചെയ്യാൻ വിജയിക്കല്ലല്ലോ. നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല, അത് സത്യം തന്നെയാണ്. ശരി, തീർച്ചയായും അവിടെയാണ് കളി ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അത്തരമൊരു ക്ലൈമാക്സിലേക്ക് ഈ തർക്കം നീങ്ങുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം. കല്ലിയൂർ ശശിയും ശ്രീ ലിബർട്ടി ബഷീറുമാണ് ഇപ്പോൾ സംസാരിച്ചത്, ഇരു വിഭാഗത്തെയും പ്രതിനിധീകരിച്ച്. പ്രൈം ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.